IBSന് ചികിത്സ എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന അവരുടെ കുടുംബാംഗങ്ങളോടും അല്ലെങ്കിൽ പേഷ്യന്റിനോട് കൂടെ വരുന്നവരോടൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബുദ്ധിമുട്ട് മാറണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് വരുന്ന മെഡിസിൻസോ ഡയറ്റോ കൃത്യമായിട്ടും ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രം ആയിരിക്കില്ല അസുഖം മാറുന്നത്. നമ്മൾക്ക് അവർക്ക് വേണ്ടിയുള്ളൊരു ഹെൽത്തി എൻവയോൺമെന്റ് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമാണ് ഇതിൻ്റെ ക്യൂർ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് ഈ രോഗം ശമനം അല്ലെങ്കിൽ രോഗശാന്തിയിലേക്ക് നയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു കുറവൊക്കെ ഉണ്ടാക്കാം, ഇത് പൂർണ്ണമായിട്ട് മാറില്ല. കാരണം IBSന്റെ ഏറ്റവും വലിയ ട്രിഗറിങ് ഫാക്ടർ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. കുടുംബത്തിൻ്റെ ഒപ്പം തന്നെ ആയിരിക്കും ഭൂരിഭാഗം ആൾക്കാരും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അവിടുന്ന് തന്നെ നമുക്ക് സ്ട്രെസ് വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് IBSനെ പോലുള്ള രോഗങ്ങളുടെ തീവ്രത വളരെ കൂട്ടും, നമ്മുടെ കുടലിൻ്റെ ചലനത്തെയൊക്കെ ദോഷമായിട്ട് തന്നെ ബാധിക്കും. കാരണം IBS ഉള്ള രോഗികൾക്ക് പലപ്പോഴും അവർക്ക് പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും. കാരണം അവരുടെ ഗട്ടിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ പ്രോബ്ലംസ് കൊണ്ടും അല്ലെങ്കിൽ ലീക്കി ഗട്ട് പോലുള്ള കണ്ടീഷൻസ് കൊണ്ടും ചിലപ്പോൾ വൈറ്റമിൻസ് ഒക്കെ ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യാത്തതുകൊണ്ട് ചില വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട്. അത് മറ്റുള്ള കുടുംബാംഗങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്നതിനൊരു തടസ്സമായിരിക്കും. പലപ്പോഴും രോഗികളെ കുറ്റപ്പെടുത്തുക, എന്തുകൊണ്ടാണ് നിനക്കിത് വരുന്നത്, എന്തുകൊണ്ടാണ് നിനക്ക് മാത്രം ഇത് മാറാത്തത്, ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, ഇത് നിന്റെ മടിയാണ്, നിന്റെ അടവാണ്, ഇങ്ങനെയുള്ള ഡയലോഗ്സ് ഒന്നും പറയാണ്ട് അവർക്ക് ആവശ്യമായ ഇത് രോഗാവസ്ഥയാണ്, ഇതൊരു കേവലം ഒരു തോന്നലല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട ആവശ്യമായ മെന്റൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ മാറിക്കിട്ടാൻ, പ്രത്യേകിച്ച് IBS പോലുള്ള രോഗങ്ങൾ മാറിയെടുക്കാൻ ഇത് സഹായിക്കുക തന്നെ ചെയ്യും.